ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടൊരു ലോങ് ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് വാങ്ങിയ മഞ്ഞ കളറിലെ പട്ടാണ് കേട്ടോ. അന്ന് ഇവളെ ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്ത് ഒരുക്കിയിട്ടില്ല, കാരണം ചോറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അമ്പലത്തിലും അങ്ങനെയുള്ള പരിപാടിക്കും ഒന്നും ഇവളെ ഒരുക്കിയിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ നമ്മളൊരു ചുമ്മാ മുണ്ട് പോലെ ഉടുക്കാൻ പറ്റാതെ, നടക്കുന്ന പ്രായം കൊണ്ട് ഉടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പാൻറ്റ് തയ്ക്കാൻ വിചാരിച്ചു. എനിക്ക് വെട്ടി തയ്ക്കാൻ അറിഞ്ഞുകൂടാ. ഇതുപോലെ വെട്ടി കിട്ടുവാണെങ്കിൽ കൂട്ടിപ്പിടിപ്പിച്ചെടുക്കാം എന്നൊരു പ്ലാനിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പത്ര പേപ്പറിൽ കട്ട് ചെയ്ത് തയ്ക്കാൻ പ്ലാനിലാണ്. ഏകദേശം പാൻറ്റ് പോലെ ആയെങ്കിലും പക്ഷേ നല്ല ഭംഗിയിൽ ആയിട്ടില്ല. പിന്നെ നല്ലൊരു തയ്യക്കാരോ അങ്ങനെ കാണുവാണെങ്കിൽ പറയും ശരിയായില്ലെന്ന് പറയും. അതോ എന്നാലും നമ്മുടെ ആവശ്യത്തിന് ഏകദേശം ഒരു പാൻറ്റിൻ്റെ രൂപത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം പാൻറ്റിൻ്റെ തയ്യലും അതിൻ്റെ മിനുക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമുക്ക് ഇവളെ ഒന്ന് ഒരുക്കിയെടുക്കണം. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇതുപോലൊന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഒരു പൊട്ട് പോലും തൊടാൻ അവൾ സമ്മതിക്കത്തില്ല. പിന്നെ ഇവളെ ഞാൻ അങ്ങനെ ഒരുക്കാറുമില്ല, കരി അങ്ങനെ എഴുതിക്കാറില്ല. എഴുതിച്ച് ഞാൻ ഫോട്ടോയോ വീഡിയോസോ എടുക്കണം എന്നുള്ളൊരു ഇത് വെച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നും അങ്ങനെ എഴുതിക്കാറൊന്നുമില്ല. നല്ലതാണ് എന്നെനിക്ക് തോന്നാത്തത് കൊണ്ടാണ്. പിന്നെ ഇത് എഴുതിയാലോ പിരികമൊക്കെ വരൂ എന്നൊന്നും ഇല്ല. അത് പിള്ളേരുടെ ജനിതകപരമായിട്ടുള്ള കാര്യമാണ്, അതൊക്കെ വന്നോളും. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ പോലും അവൾക്ക് ആവശ്യത്തിനുള്ള പിരിവ് ഉണ്ട് താനും. അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കണ്ണ് എഴുതി ഇപ്പുറത്തെ കണ്ണ് എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അവൾ ചരിഞ്ഞ് കിടന്നു. പിന്നെ കൈയെല്ലാം ഇട്ട് തൂത്ത് രണ്ട് കണ്ണും രണ്ട് രീതിയിലായി. ഉണർന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഒരു കണ്ണ് വേറെ രീതിയിൽ, ഒരു കണ്ണ് വേറെ രീതിയിൽ, അങ്ങനെയാണ് അവൾ ഇടയ്ക്ക് തൂത്തതാണ്. അപ്പോൾ അത് മിനുക്കാൻ നിന്നപ്പോൾ തന്നെ മൊത്തത്തിൽ കരിയായി. പിന്നെ വാലും തലയും ഒന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു പിന്നെ കണ്ണുണ്ടായിരുന്നത്. പിന്നെ ഇവളെ എങ്ങനെയെങ്കിലും പാൻറ്റ് ഇടിയിപ്പിക്കണം, ബാക്കി ആഭരണങ്ങളെല്ലാം ഇടിയിപ്പിക്കണം. പക്ഷേ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ലായിരുന്നു. ഇവളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ ഒരു വിധത്തിൽ തുണി ഇടിപ്പിച്ച് കഴിഞ്ഞാൽ ആ തുണി പിന്നെ ഊരാനും സമ്മതിക്കത്തില്ല കേട്ടോ. കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ റീൽസ് ചെയ്യാറുള്ളത് കൊണ്ട് ഇതുപോലെ ഫ്രണ്ട് ക്യാമ ഇതുപോലെ ഓണാക്കി വെച്ചാൽ, അല്ല ഫോൺ ഇതുപോലെ ചാരി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എന്തെങ്കിലുമൊക്കെ മുഖം കൊണ്ട് കാണിക്കുക, അതൊക്കെ അവിടെ മെയിൻ പരിപാടി കേട്ടോ. അതുകൊണ്ട് ഇത്തവണ കൊണ്ടുവന്ന് വെച്ചപ്പോഴായാലും അത് തന്നെയാണ് ഇവളുടെ പരിപാടി. ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഈ പാൻറ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ജന്മം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു. മാലയൊന്ന് ഇട്ട് തലേ ദിവസം ഞങ്ങളിതെല്ലാം ഒന്ന് നോക്കി, മാലയും ഇതുപോലെ കിരീടവും എല്ലാം ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇട്ടുകൊണ്ട് അതിലെല്ലാം നടക്കുമായിരുന്നു, ഊരാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ പോകാൻ റെഡിയാക്കാൻ നേരത്തെ ഒരു തരത്തിൽ ഇതൊന്നും ഇടാനും ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പാൻറ്റ് ഊരിക്കളഞ്ഞു, അരപ്പട്ട ഊരിക്കളഞ്ഞു, ആകെപ്പാടെ പ്രശ്നമായിരുന്നു. എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുടെ അടുക്കലും അവൾ പറ്റുന്നില്ലായിരുന്നു, എല്ലാം പറിച്ച് കളയായിരുന്നു. അരപ്പട്ട മാത്രം വെച്ചു. അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ അരപ്പട്ട കളഞ്ഞു. പിന്നെ അമ്പലത്തിൽ ചെന്ന് ഓരോ കുട്ടികളും ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ നിന്ന സമയത്ത് ഓടിപ്പോയി ഞാൻ കിരീടവും മാലയും എല്ലാം കൊണ്ടുവന്ന് ഞാൻ വെച്ച്. അതേപോലെ ആ ഒരു അത്ഭുതത്തോടുള്ള നോട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് ഓരോ കുട്ടികളും ഒരുങ്ങി നിൽക്കുന്ന അവരുടെ എല്ലാം പുറകെ ഓടിയോടി നടക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ പാട്ടും പിള്ളേരുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് ചെറിയൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് ഇവൾ തലയിലുണ്ടായിരുന്ന കിരീടവും മാലയും ഓടക്കുഴലും എല്ലാം കളഞ്ഞു. പിന്നെ അങ്ങോട്ട് നടത്തമായിരുന്നു. പിന്നെ നടത്തത്തിനിടയ്ക്ക് ഞങ്ങൾ അവളെ എടുത്തു. എന്നിട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു, നടക്കണമെന്നായിരുന്നു ബഹളം. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കണമെന്നായിരുന്നു പ്ലാന്. പക്ഷേ അവൾ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. നടന്ന് ഒരുപാട് ക്ഷീണിച്ചുകൊണ്ട് ആൾ അങ്ങ് കിടന്നു. ഇത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് മുന്നേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തൊരു സാധനമായിരുന്നു. അപ്പം ഓരോ കുട്ടികൾ ഇതിൽ കൊണ്ടുവന്ന് ഇരുത്തി ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. ഞങ്ങൾ കൊണ്ട് നിർത്തിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് കിരീടവും ഓടക്കുഴലും കൊണ്ട് കൊടുത്തു. ഇത് നമ്മൾ വിഷുവിന് വീട്ടിൽ സെറ്റ് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്താണ്. ഇതിലേതായ ഫോട്ടോ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞുള്ള കിടപ്പ് കണ്ട കഷ്ടം പാവം. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് വീട്ടിൽ കുഞ്ഞിനെ വെറുതെ ഒന്ന് ഒരുക്കിയതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.